ഹായ് അമ്മ സ്വാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഞാൻ സോപ്പും പൊടിയുടെ ലിക്വിഡ് ഉണ്ടാക്കാൻ പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ലിറ്റർ വെള്ളം ചെറിയ ബക്കറ്റിലും 3 ലിറ്റർ വെള്ളം വലിയ ബക്കറ്റിലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ ബക്കറ്റിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കാൻ പോകുന്ന കാസ്റ്റിക് സോഡയാണ്. ഇത് 3 ലിറ്റർ വെള്ളത്തിൽ കലക്കാൻ പോകുന്നതാണ്. അപ്പോൾ ആദ്യമൊക്കെ കുറേ പാക്കറ്റുകളും പൊടികളും ഒക്കെ ആയിട്ടായിരുന്നു. ഇപ്പം എങ്ങനെയാണ് സോപ്പും പൊടി കിറ്റ് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ ചെറിയ ബക്കറ്റിൽ കാസ്റ്റിക് സോഡ, അതായത് 1 ലിറ്റർ വെള്ളത്തിൽ കാസ്റ്റിക് സോഡ ആദ്യം കലക്കണം. അപ്പം ഞാൻ ദേ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു കമ്പോ അല്ലെങ്കിൽ ഒരു പൈപ്പോ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇത്രയും സിമ്പിളാണ് സോപ്പും പൊടി ലിക്വിഡ് ഉണ്ടാക്കണമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ മൊബൈലിൽ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് വളരെ സിമ്പിളാണെന്ന്. പക്ഷേ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. വളരെ സിമ്പിളാണ്. പൈസയോ കുറവ്. നമ്മൾ ഒരുപാട് പൈസ കടയിൽ കൊണ്ട് കൊടുക്കുന്നത് വളരെ തുച്ഛമായ പൈസയ്ക്ക് സോപ്പും പൊടി ലിക്വിഡ് വീട്ടിൽ എത്ര ലിറ്റർ വേണമെങ്കിലും നമ്മൾ ഉണ്ടാക്കി വെക്കാം. ഇപ്പോൾ ഇതേ കലങ്ങിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അതായത് ഇത് അലിഞ്ഞിട്ടില്ല, അലിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് അലിഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം തെളിയും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് കലങ്ങിയെന്ന്. കണ്ടോ, അതിൻ്റെ അടിയിൽ മണ്ണുണ്ട് കേട്ടോ കാസ്റ്റിക് സോഡയിൽ. ആ മണ്ണാണ് അവിടെ നിൽക്കുന്നത്. ബാക്കി എല്ലാം അലിഞ്ഞു. ഇപ്പോൾ ബക്കറ്റിൻ്റെ അടിയൊക്കെ കാണുന്നുണ്ട്, നേരത്തെ കണ്ടിരുന്നില്ല. അപ്പോൾ അലിഞ്ഞ് അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് 3 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഈ ലിക്വിഡ് മിക്സ് ചെയ്യാം. അപ്പോൾ 5 ലിറ്റർ സോപ്പും പൊടിയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 3 ലിറ്റർ വെള്ളം ഒരു ബക്കറ്റിലും 1 ലിറ്റർ ചെറിയ ബക്കറ്റിലും എടുത്തു. അപ്പോൾ 3 1 4. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇത് 1 ലിറ്ററാണ് ഈ മിശ്രിതം. അപ്പോൾ ഇതും കൂടെ ചേർക്കുമ്പോൾ 5 ലിറ്റർ ആവും. അപ്പോൾ നല്ല കട്ടിയുള്ള നല്ല തിക്നെസ് ഉള്ള സോപ്പും പൊടി ലിക്വിഡ് നമുക്ക് റെഡിയാക്കി എടുക്കാം വീട്ടിൽ തന്നെ. അപ്പം ഞാൻ സ്ലോവിൽ ഒന്നിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കലങ്ങാൻ ഇത്തിരി സാവകാശം എടുക്കും. അതുകൊണ്ട് സ്ലോവിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പതിയെ ഞാൻ ആ പൈപ്പ് കൊണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ലിക്വിഡാണ്, എല്ലാം ചേർത്തിട്ടുള്ള മിക്സ് ആണെങ്കിലും നല്ല കട്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കലക്കാൻ താമസം വന്നാലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പതിയെ ഒഴിച്ച് ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പതിയെ ഇളക്കി സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ബക്കറ്റിലെ കാസ്റ്റിക് സോഡ മണ്ണരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. നമ്മൾ കടയിൽ പോയിട്ട് വെറുതെ സോപ്പും പൊടിയൊക്കെ വാങ്ങിച്ചിട്ട് ഒരുപാട് പൈസയൊന്നും കളയണ്ട. ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് 230 രൂപയ്ക്കാണ്. ഞങ്ങൾ വാങ്ങിച്ചത് കുന്നംകുളത്ത് മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഭാവന റോഡിലുള്ള കടയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ 230 രൂപയാണ് സോപ്പും പൊടി ലിക്വിഡ് കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരുന്നത്. അപ്പോൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ഈ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തന്നത്. വേറെ ബുദ്ധിമുട്ടുള്ള ഒരു പണിയില്ല. ഇനി ഇതിൽ സ്മെല്ല് കലക്കണം എന്നൊന്നുമില്ല, കാരണം നല്ല സ്മെല്ലുണ്ട്. പക്ഷെ ഞാൻ പിയേഴ്സിൻ്റെ മണം കിട്ടാൻ വേണ്ടിയിട്ട് ആ സ്മെല്ല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഒരു മൂടി അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി അതിൽ സ്മെല്ലൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ലിക്വിഡാണ് നമുക്ക് തരുന്നത്. എനിക്ക് പിയേഴ്സിൻ്റെ സ്മെല്ല് ഇഷ്ടമുള്ളത് കൊണ്ട് ആ സ്മെല്ല് ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഇത് ഏരിയലിൻ്റെ സോപ്പും പൊടിയുടെ മണമാണ് കേട്ടോ ഈ കിറ്റിന്. അപ്പം ഞാൻ ദേ കാസ്റ്റിക് സോഡ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ചിട്ട് നമ്മളിനി നന്നായി കലക്കണം. അപ്പോഴാണ് നന്നായി മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ സ്ലോവിൽ ഇടയിലിടയിൽ നമുക്ക് എന്തെങ്കിലും കിച്ചണിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിയുണ്ടെന്ന് വെച്ചാൽ അതൊന്ന് പോയി എടുത്ത് വന്നിട്ട് പതിയൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും പോയിട്ട് അത് കഴിഞ്ഞിട്ട് അങ്ങനെ വന്നിട്ട് ഇളക്കിയാലും മതി. ഒന്നിച്ച് ഇളക്കുകയാണെങ്കിൽ അത് നമ്മളുടെ സൗകര്യമാണ്, ഒരു കുഴപ്പമില്ല. ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ അതിൽ പതിയെ നമുക്ക് അലിഞ്ഞ് കിട്ടും, കട്ട പിടിക്കുകയോ ഒന്നുമില്ല. പണ്ട് മുമ്പെയൊക്കെ പൊടിയാവുമ്പോൾ അലിഞ്ഞ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ അതിൽ സ്ലോവിൽ അങ്ങനെ കിടന്ന് അലിഞ്ഞുകൊള്ളും. വലിയ രീതിയിൽ പതയൊന്നും ഇല്ലാതെ നമ്മുടെ സോപ്പ് പൊടിയുടെ ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ രാവിലെ ഇത് കെന്നിലേക്ക് പകർത്താം. ഞാൻ രാത്രിയാണ് കേട്ടോ കലക്കുന്നത്. വാഷിംഗ് മെഷീനിൽ മാത്രമല്ല, നമ്മൾ ബക്കറ്റ് വാഷായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പാത്രം കഴുകാനുള്ള ലിക്വിഡ്, അതേപോലെ ഫ്ലോർ ക്ലീനർ, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അതിൽ കൂടെ 1 2 ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കണമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ നേരം വെളുത്തു, നമ്മളുടെ ലിക്വിഡ് ഇതേ റെഡി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല ഡാർക്ക് പിങ്ക് അല്ലേ. അപ്പോൾ എൻ്റെ ഫണൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ബോട്ടിൽ മുറിച്ചിട്ട് ഫണലായിട്ട് യൂസ് ചെയ്യാണ്. നമ്മളതിൽ മുമ്പത്തെ 5 ലിറ്ററിൻ്റെ
ലിക്വിഡിൻ്റെ ടിന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പകർത്തി വെക്കാനാണ് കേട്ടോ. ഇനി ആവശ്യത്തിനനുസരിച്ച് ചെറിയ ബോട്ടിലാക്കി നമുക്ക് പകർത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ സോപ്പ് പൊടി ലിക്വിഡ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നല്ല തിക്നെസ് തോന്നില്ലേ? ഗുണമോ മെച്ചം, വിലയോ തുച്ഛം. അപ്പോൾ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴോ. നിങ്ങൾ കലക്കുമ്പോൾ ഇച്ചിരി പതയങ്ങാനും കൂടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല, രാവിലെ ആകുമ്പോഴത്തേനും പതയൊക്കെ പോയിക്കോളും. ഇനിയിപ്പോൾ രാത്രി എന്നെ കലക്കണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ എപ്പോഴാണോ കലക്കുന്നത് ആ കലക്കി വെച്ചതിന് ശേഷം ഒരു 8-9 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം നോക്കുമ്പോൾ പതയെല്ലാം പോയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ടിന്നിലാക്കി എടുത്ത് വെക്കാം. ആവശ്യാനുസരണം നമുക്ക് ചെറിയ ബോട്ടിലാക്കി യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഈ സോപ്പ് പൊടി ലിക്വിഡ് ഉണ്ടാക്കുന്നത് നമ്മൾ വെറുതെ കൂടുതൽ പൈസ കൊടുത്തിട്ട് ഇനി കടയിൽ നിന്ന് ആരും വാങ്ങിക്കേണ്ട. അതേ 5 ലിറ്റർ സോപ്പ് പൊടി ഉണ്ട്, ലിക്വിഡ് ഉണ്ട്. അപ്പോൾ ഇനി ധൈര്യമായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ചെറിയൊരു പൈസയ്ക്ക് കിറ്റ് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ.